കേരള എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം. കോട്ടയം മണ്ഡലത്തിന് വേണ്ടി ചെയ്യാനായ കാര്യങ്ങൾ MP പറയുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പ്രാദേശിക വികസന ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ടുള്ള പരിമിതികളുണ്ട്. നമുക്ക് വേണ്ടത് പ്രാദേശിക വികസന ഫണ്ട് കൊണ്ടുള്ള വികസനം മാത്രമല്ല, നമുക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ തലത്തിലും വിവിധ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയണം. അത് പ്രധാനമായിട്ടുള്ളതാണ്. എല്ലാ മിനിസ്ട്രിയിൽ നിന്നും ഏതെങ്കിലും ഒരു പദ്ധതി നമ്മളെ ഈ മണ്ഡലത്തിലേക്ക് വന്നു. ഇപ്പോൾ MHRD നിന്ന് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 128 കോടി രൂപയുടെയാണ്. ഇപ്പോൾ SC/ST മിനിസ്ട്രിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഏകലവ്യ സ്കൂളാണ്. അതുകൂടാതെ നമ്മുടെ സയൻസ് സിറ്റി എടുക്കുകയാണ് മ്യൂസിയം മിനിസ്ട്രി എന്നുള്ളതാണ്, കൾച്ചറൽ മ്യൂസിയം ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ്. ഇതുകൂടാതെ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി എന്നുള്ളതാണ് സെൻട്രൽ റോഡ് ഫണ്ട് എടുത്തിരിക്കുന്നത്. നാഷണൽ ഫിഷറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഫിഷ് മാർക്കറ്റുകൾ. കഴിഞ്ഞ ഒരു 4-4.5 വർഷത്തിൻ്റെയൊക്കെ നിരവധി അത് ഷോർട്ട് ടേം പ്രോജക്റ്റുകളും ലോങ് ടേം പ്രോജക്റ്റുകളും, കേന്ദ്രത്തിൻ്റെ മിക്കവാറും ലോങ് ടേം പ്രോജക്റ്റുകളാണ്. ആ പ്രോജക്റ്റുകൾ സാങ്ഷൻ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെ സാക്ഷരത ഉള്ള ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് പോലും അന്ന് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ മുന്നോട്ട് വെച്ചൊരു കാര്യം, ഈ പ്രദേശത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കുവാനായിട്ടുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. അത് ഇന്ത്യയിൽ പോലും 2 സ്ഥലത്താണുള്ളത്. ഒന്ന് ഉള്ളത് ഒറീസയിലും രണ്ടാമത്തേത് ന്യൂഡൽഹിയിലുമാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തേത് വരുന്നത് അത് കേരളത്തിൽ, അത് കോട്ടയം മണ്ഡലത്തിൽ തന്നെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കോഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചു. അതിന് 10 ഏക്കർ സ്ഥലം വേണമായിരുന്നു. സ്ഥലവുമായി ബന്ധപ്പെട്ട കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് നമ്മൾ പലോട്ട് ചെയ്തു. അതിന് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സയൻസ് സിറ്റി 100 കോടിയോളം നിക്ഷേപം മൊത്തമായിട്ട് വരുന്നു. അതിൻ്റെ ആദ്യത്തെ ഫേസ് ആണ്. നമ്മൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഉടനെ തന്നെ നടക്കുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സയൻസ് സിറ്റിയാണ്. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ 4ാമത്തെ സയൻസ് സിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഏകലവ്യ റെസിഡൻഷ്യൽ മോഡൽ സ്കൂള് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ജനങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് കേന്ദ്രത്തിൻ്റെ 12 കോടി രൂപ അനുവദിച്ചു കൊണ്ടുള്ള പദ്ധതി. അതിനകത്ത് 8 ഏക്കർ സ്ഥലം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത് 42,000 രൂപ സ്കൂൾ കുട്ടികൾക്ക് തന്നെ, അവിടുത്തെ 6ാം ക്ലാസ് തൊട്ട് 14ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എല്ലാ വർഷവും കൊടുക്കുക. റെസിഡൻഷ്യൽ സ്കൂളാണ്, മനോഹരമായ സ്കൂളാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, അത് കേന്ദ്രവും സംസ്ഥാനവുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. അടിസ്ഥാന സൗകര്യം കേന്ദ്രത്തിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ കേന്ദ്ര റോഡ് ഫണ്ട് ഉദ്ദേശം 125 കിലോമീറ്റർ 99 കോടി രൂപ മുടക്കി വിവിധ റോഡുകൾക്കായിട്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടി. ഈ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത്, ഈ കേന്ദ്ര റോഡ് ഫണ്ട് ലഭിച്ചിരിക്കുന്നത് ഈ ലോക്സഭാ മണ്ഡലത്തിലാണ്. റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ സംസ്ഥാനത്തിൻ്റെ ഈ ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻസ് എല്ലാം ആദർ സ്റ്റേഷൻസായിട്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയാണ്. ബൈപ്പാസുകൾ, ഇന്നർ റോഡുകൾ, ഇതെല്ലാം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇതോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങൾ നമുക്ക് ഇടപെടേണ്ടതുണ്ട്. പല പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങളുണ്ട്. നഴ്സുമാരുടെ വിഷയങ്ങളുണ്ട്. നമ്മുടെ NRIs, സൗദി, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ, റബ്ബറിൻ്റെ ഇഷ്യൂസുണ്ട്. അങ്ങനെ നിരവധി മരുന്നുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേന്ദ്രത്തിൽ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും നിരവധി പ്രാവശ്യം ക്വസ്റ്റ്യൻ വഴിയും സീറോ അവറിലും ഒക്കെ അത് ഞാൻ ഇടപെട്ട ഒരു വിഷയമാണ് മരുന്ന്. ജീവരക്ഷാ മരുന്നുകളുടെ വില വർധനവുണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രോസസ് പേറ്റൻ്റ് ആയിരുന്നത് ഇപ്പോൾ പ്രോഡക്റ്റ് പേറ്റൻ്റായി മാറ്റിയപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു മാറ്റം. ആ മാറ്റത്തോടുകൂടി ഇന്ന് വലിയ കമ്പനികളൊക്കെ അവർ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് വില. അവർക്ക് ഇഷ്ടമുള്ള വില ഇടുന്നു. അപ്പോൾ സാധാരണക്കാരന് ഏറ്റെടുക്കാൻ കഴിയാതെ, വാങ്ങാൻ കഴിയാത്ത വിഷയങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് അതിലൊക്കെ പല കാര്യത്തിലും മാറ്റങ്ങൾ നടത്തുവാൻ കഴിയും. എന്നാൽ 5 വർഷവും കേന്ദ്രമന്ത്രിയാകാൻ നടന്ന് മണ്ഡലത്തെ മറന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. കാണാം എതിർപക്ഷം. കുറുപ്പിന് തൊട്ട് അടുത്ത കാലത്തായിരുന്നു ആദ്യം കുറുപ്പിനെ തോൽപ്പിച്ച് ജയിച്ചു വന്നത് ഇന്നത്തെ KPCC പ്രസിഡൻറ്റും
ആഭ്യന്തരമന്ത്രിയുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞ് ഈ വർഷം എല്ലാം ഇവിടെ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കിയെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു റോഡോ തോടോ ഉണ്ടായില്ലെന്നല്ല ഞാൻ പറയണം, അതൊക്കെ ഉണ്ടാകാം. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എന്താണ് വ്യത്യാസം വന്നതെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് അറിയില്ല. അങ്ങനെ ഒരു വമ്പിച്ച വളർച്ച ഒരു MP-യുടെ മുൻകൈയോടുകൂടി ഇവിടെ നടന്നിട്ടില്ല. ഇവിടുത്തെ ജനജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോട്ടയം ജില്ലയിൽ ഇപ്പോൾ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നമാണ്. 100-120 രൂപ വെച്ചാണ് കുറവ്. 8500 കോടി രൂപയുടെ നഷ്ടം ഇപ്പോൾ ഈ ജില്ലയ്ക്ക് വന്നിരിക്കുകയാണ്. ഇത് സ്റ്റേറ്റിന് വരുന്നതാണ്. ഇത് ഈ ജില്ലയ്ക്ക് വരുമ്പോൾ ജില്ലയുടെ ജനജീവിതമാകെ സാമ്പത്തിക രംഗത്ത് തകരുകയാണ്. വളരെ ബോധപൂർവമായി ഇറക്കുമതി ചുങ്കം വെട്ടിക്കുറച്ചുകൊണ്ട് വിദേശ സ്വദേശ കുത്തകൾക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യാൻ സൗകര്യം കൊടുക്കുന്നു. ഇത് ചോദ്യം ചെയ്യേണ്ടത് എവിടെയാണ്? ഇന്ത്യൻ പാർലമെൻറ്റിലാണ്. ശ്രീ ചിദംബരം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരക്ഷരം പറയണമല്ലോ, ഇതിനെതിരായിട്ട് ഒരക്ഷരം പറയാൻ കഴിഞ്ഞിരുന്നില്ല. കൃഷിക്കാരൻ്റെ താല്പര്യം ഉന്നയിക്കാൻ ഞങ്ങൾ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് റബ്ബർ കൃഷിയുടെ സ്ഥിതി ഇതാണ്. പടിഞ്ഞാറൻ മേഖലയിൽ നെൽകൃഷിയാണുള്ളത്. ഈ നെൽകൃഷി ഞാൻ കുറ്റം പറയുന്നില്ല, അതെന്താണെന്നൊന്നും അദ്ദേഹത്തിന് അറിയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാം അവകാശപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ CMS കോളേജോ ബർക്കുമൻസ് കോളേജോ അതുപോലുള്ള സ്ഥാപനമൊന്നും ഇദ്ദേഹം ജനിക്കുന്ന കാലത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിപ്പോയതാണ്. അതിനൊന്നും അവകാശപ്പെടരുത് അല്ല ഞാൻ പറയുന്നത്. പിന്നെ ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ആധുനിക വിദ്യാഭ്യാസത്തിന് ഇയാൾ ഇതിൻ്റെ ഇതായി പറയുമ്പം ഇതൊരു സാക്ഷരതയിൽ ആദ്യം വരുന്നത് കോട്ടയം നഗരമാണ്. അപ്പോൾ ആ രീതിയിൽ ഉയർന്നു വന്ന ഒരു രംഗത്ത് പുതിയ രീതിയിലുള്ള മാറ്റങ്ങളനുസരിച്ച് ഇവിടെയെല്ലാം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. IT വിദ്യാഭ്യാസത്തിൻ്റെ വിസ്ഫോടനാത്മകമായ വളർച്ച ഒരു സ്ഥലത്ത് വരുമ്പോൾ കോട്ടയം ജില്ലയിൽ എന്തുണ്ട്? കോട്ടയം ജില്ലയിൽ അതിലേത് ഭാഗത്ത് വന്നിട്ടുണ്ട്? മറിച്ച് എന്നോട് ചോദിക്കാൻ നിങ്ങളുടെ കാലത്തുണ്ടോ? ഞങ്ങൾ ശ്രമിച്ചാണ് 2-3 സ്പോട്ട് ഉണ്ടാക്കി വെച്ച് അതൊന്നും പിന്നീട് നടന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു സയൻസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചു കൂട്ടി, സയൻസ് സിറ്റി. അതിന് കുറേ ആളെയും കൂട്ടിയിട്ടുണ്ട്, കുറേ പ്രചരണം വന്നിട്ടുണ്ട്. ഒരു വലിയ പ്രചരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഫ്ലെക്സ് ബോർഡ് വെച്ച് അതിൻ്റെ ഒരു വിപ്ലവം നടത്തി അതിലൊഴിച്ചാൽ വേറെ എന്താണ് നടത്തിയിരിക്കുന്നത്? അത്യാവശ്യം ഒരു മൂത്രപ്പേര ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫ്ലെക്സ് കാണാം. വെള്ളത്തിൻ്റെ കാര്യം എന്തുണ്ടായി? മീനച്ചിലാറിലോട്ട് അപ്പുറത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് കയറ്റി അയച്ച് മീനച്ചിലാറ് ശുദ്ധീകരിക്കുമെന്നും ആവശ്യത്തിന് വെള്ളം ഉണ്ടാകുമെന്ന് പറഞ്ഞ് എവിടെ ഉണ്ടാവും? ബഡ്ജറ്റിൽ വക കൊള്ളിച്ചെന്ന് പറഞ്ഞു. ബഡ്ജറ്റിൽ വക കൊള്ളിച്ചത് സ്റ്റേറ്റിൻ്റെ. അങ്ങനെ പല വകയും കൊള്ളിക്കും. ഏതെങ്കിലും നടപ്പാക്കുന്ന സ്ഥിതിയിലോട്ട് വന്നിട്ടുണ്ടോ? MP യെ പറ്റിയുള്ള പൊതുജന അഭിപ്രായം അറിയാം ഇടവേളയ്ക്ക് ശേഷം.